ഇന്ന് ഞങ്ങളുടെ ഗോവയിലെ 3ാമത്തെ ദിവസമാണ്. ഗോവയിൽ വരുന്നവർക്കറിയാം 2 ടൈപ്പ് ആൾക്കാരുണ്ട്. ഒന്ന് ബീച്ചിനകത്ത് കയറി പോയി സീ ആക്ടിവിറ്റീസും കടലിലെ ആക്ടിവിറ്റീസും വാട്ടർ ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ചിലർ ഷാക്കിനകത്തൊക്കെ ഇരുന്ന് വൈബൊക്കെ എൻജോയ് ചെയ്ത് നല്ല ഫുഡൊക്കെ കഴിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മൾ സെക്കൻഡ് കാറ്റഗറി പെടുന്ന ആൾക്കാരാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വാട്ടർ ആക്ടിവിറ്റീസും എല്ലാം വേറെ ഈ രാജ്യത്തിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ക്രൗഡ് ഭയങ്കരമാണ് കേട്ടോ. നമ്മളിവിടെ ചെയ്തിട്ട് പിന്നെ ചൂടും വെയിലെന്ന് വെച്ചാൽ നല്ല വെയിലാണ്. ഡിസംബർ സമയമാണ്. പക്ഷെ എന്നാലും വെയിൽ ഒന്ന് ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കുതിർന്ന് വെളിയിലിറങ്ങും. അത്രയ്ക്ക് വെയിലാണ്, ചൂടുമാണ്. അപ്പോൾ നമ്മളിവിടെ സുഹാസോ ലോബോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗോവയിലൊരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു പഴയ റെസ്റ്റോറൻറ്റിൽ വന്നിട്ടുണ്ട്. രാത്രി 2 മണി, പുലർച്ചെ 2 മണിയായിരുന്നു. വൈബും അതൊക്കെ കൊണ്ട് നമ്മളവിടെ ഇരുന്നു. ഇപ്പം രാവിലെ 12 മണിക്ക് നമ്മൾ ഇറങ്ങിയതാണ്. വല്ലതും കഴിച്ച് ബാഗയും കാലങ്കൂട്ടും ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാലും ജസ്റ്റ് ബീച്ചിൻ്റെ സൈഡിൽ തന്നെ ഇരിക്കുന്നത്. നിങ്ങൾക്ക് ആൾക്കാരുടെ ശബ്ദം വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ഞങ്ങൾ ഗോവൻ സ്റ്റൈൽ കിങ് ഫിഷും ബീഫും പിന്നെ പ്രോൺസും ഞങ്ങൾ ട്രൈ ചെയ്ത് നല്ല അടിപൊളി ഡിഷായിരുന്നു. ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങൾ വരുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇന്ന് 31 ഡിസംബർ ഈവനിങ് ആണ്. അപ്പോൾ ഞങ്ങൾ തലാസ റെസ്റ്റോറൻറ്റിലേക്കോട്ട് ഞങ്ങൾ പോകാൻ ഡിസൈഡ് ചെയ്തു. പക്ഷേ അവിടെ അൺഫോർച്ചുനേറ്റ്ലി അടച്ചു വെച്ചിരുന്നു. പക്ഷേ എന്നാലും അവർ നമ്മളെ അകത്തേക്ക് കയറ്റി വിട്ടു. എന്നാലും പക്ഷേ അവിടെ ന്യൂ ഇയർ പാർട്ടിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അവിടെ വെച്ച് ഞങ്ങൾ നല്ലൊരു അതിമനോഹരമായിട്ടുള്ളൊരു 31 ഡിസംബറിലെ സൺസെറ്റൊക്കെ ഞങ്ങൾക്ക് കാണാൻ പറ്റി. നിങ്ങൾ വരുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ പ്ലേസ് ചെക്കൗട്ട് ചെയ്യണം. ഗോവയിൽ നല്ല വൈബാണ്. ഞങ്ങൾക്ക് കണ്ടിട്ട് ആംബിയൻസും ഒക്കെ നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷേ വരുമ്പോൾ വൈകുന്നേര സമയത്ത് വരുന്നതായിരിക്കും ഇച്ചിരി കൂടെ നല്ലത് ഞങ്ങൾക്ക് തോന്നി. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ന്യൂ ഇയർ പാർട്ടിക്ക് വേണ്ടിയിട്ടായിട്ട് മോമോലോക്ക റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ ക്യാഫേയിലേക്കോട്ട് പോയി. ഞങ്ങൾ നേരത്തെ വീഡിയോയിൽ നിങ്ങൾ മൊമോലോക്കനെ കണ്ടിരുന്നു. മൊമോലോക്കയിൽ നല്ല അടിപൊളി ന്യൂ ഇയർ സെലിബ്രേഷൻ ആയിരുന്നു. നല്ല വൈബായിരുന്നു. ഞങ്ങളുടെ ഇതുവരേക്കും ഉള്ള ഏറ്റവും നല്ല ഗ്രാൻഡ് ന്യൂ ഇയർ സെലിബ്രേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. നല്ല വൈബായിരുന്നു. കുറേ ആൾക്കാരൊക്കെ വന്ന് നല്ലതായിട്ട് നമ്മൾ ന്യൂ ഇയർ സ്പെൻഡ് ചെയ്തു.